നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഇതുപോലെ ഗൂഗിളിൻ്റെ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തന്നെ സെർച്ച് ബാർ ഉണ്ടാകാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ലോങ് പ്രസ് ചെയ്തുകൊണ്ടത് ഇവിടെ വെച്ച് ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ സ്റ്റാറ്റസ് ബാറിനകത്ത് ഒരു വ്യത്യസ്തമായ ഒരു ഫീച്ചറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് പരിശോധിക്കുന്നത്. അപ്പോൾ എന്താണ് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഗൂഗിൾ എന്ന ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതായത് ഈ ആപ്പ് നിങ്ങളുടെയൊക്കെ ഫോണിലുണ്ടാവും. ഗൂഗിൾ എന്നുള്ള ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. ഗൂഗിൾ എന്നുള്ള ആപ്പ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം, ഡിലീറ്റ് ലാസ്റ്റ് 30 മിനിറ്റ് എന്നുള്ളത്. നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ലാസ്റ്റ് 30 മിനിറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അവസാനം അരമണിക്കൂർ സമയത്തേക്ക് നിങ്ങൾ എന്തൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്തോ അതെല്ലാം ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ വിഷയം അതല്ല. ഇതിനകത്ത് അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുണ്ട് എന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം കസ്റ്റമൈസ് സെർച്ച് വിഡ്ജറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ 5 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. മുകളിലായിട്ട് ഗൂഗിളിൻ്റെ ഡാർക്ക് തീമും അതുപോലെ തന്നെ ലൈറ്റ് തീമും കളർ തീമൊക്കെ ഉള്ള ഗൂഗിളിൻ്റെ ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഓരോന്നും നമ്മളിവിടെ താഴെ ചേഞ്ച് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ താഴെ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, മുകളിലേക്ക് നോക്കുക, നമ്മളിങ്ങനെ ചേഞ്ച് ആക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ 4 എണ്ണത്തിന് പുറമെ ഏറ്റവും അവസാനം കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കളർ ഇതുപോലെ ഈ അരോമാർക്ക് ഇതുപോലെ വലിച്ചുകൊണ്ട് ആവശ്യമുള്ള കളർ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാർ ആക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു കളർ സെറ്റ് ചെയ്തു. താഴെ ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി വേണ്ടത് അതും ഇത്തരത്തിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. താഴെ എന്തെങ്കിലും ഷോർട്ട് കട്ട് വേണമെങ്കിൽ ജസ്റ്റ് സ്പോർട്സ് എന്ന് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിനകത്ത് സ്പോർട്സ് വന്നു. അതുപോലെ തന്നെ ഞാൻ ഡിക്ഷണറി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡിക്ഷണറി വന്നു. ഇനി ഞാനത് വേണമെങ്കിൽ ന്യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ന്യൂസ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേണമെങ്കിൽ ട്രാൻസ്ലേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം മുകളിൽ ഏറ്റവും മുകളിൽ ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്ന മുകളിലുള്ള ആഡ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് വരിക. ഫോണിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്ക്രീനകത്ത് ഇതുപോലൊരു സ്റ്റാറ്റസ് ബാർ വന്നത് കാണാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെയുള്ളത് അങ്ങ് ഡിലീറ്റ് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്. അത് ലോങ് പ്രസ് ചെയ്തു, ഞാൻ റിമൂവ് ചെയ്തു. ഇവിടെ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ സെർച്ച് ബാർ ഞാനിവിടെ മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഇതുപോലെ ഞാൻ സ്വന്തമായിട്ട് കസ്റ്റം ചെയ്തുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉൾപ്പെടുത്തി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട സ്റ്റാറ്റസ് ബാർ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ദിവസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒക്കെ ഒരു കളർ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഫോണിനകത്തൊരു വ്യത്യസ്തമാക്കി ഇത്തരത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.